സന്ദീപ് വാര്യർക്ക് പിന്നാലെ ബി.ജെ.പിയുമായി ഇടഞ്ഞ കൂടുതൽ ആളുകൾ പാർട്ടിയിലെത്തിക്കാൻ ശ്രമം നടക്കുന്നു. കോൺഗ്രസിന്റെ ഭാഗത്ത് നീക്കമുണ്ടായി. ഇതാണ് നമ്മുടെ പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെയാണ് കോൺഗ്രസിന്റെ പുതിയ നീക്കം. മണ്ഡലത്തിൽ സ്വാധീനമുള്ള നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുമായി സന്ദീപ് വാര്യർ കൂടിക്കാഴ്ച നടത്തി ഇന്ന് രാവിലെ. മലപ്പുറത്തിൻ്റെ ആ പാരമ്പര്യവും സന്ദേശവും അത് മതനിരപേക്ഷതയുടേതാണ്, മാനവ സൗഹാർദ്ദത്തിൻ്റെതാണ്. ആ സംസ്കാരം മലപ്പുറത്തിന് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് കൊടപ്പനക്കൽ തറവാടും ഇവിടെ പാണക്കാട്ട് ഈ കുടുംബവും അവരുടെ വലിയൊരു പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ചോയ്സ് അല്ലേ. ആ പേഴ്സണൽ ചോയ്സ് ഒരാൾ സ്വീകരിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ രീതിയിലുള്ള അസഹിഷ്ണുത പ്രിയപ്പെട്ട എം.പി. രാജേഷ് കാണിക്കുന്നത്? ഞാനിപ്പോൾ ഭയക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നോവ അയക്കുന്നത് CPM-ഉം BJP-യും ചേർന്നിട്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു CPM BJP സംയുക്ത ഇന്നോവ എന്നെ കൊല്ലാൻ വേണ്ടി അയക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ആ ഇന്നോവ ഒരുപക്ഷെ ഡ്രൈവ് ചെയ്യുന്നത് M.P. രാജേഷ് ആണെങ്കിൽ ആ ഇന്നോവയ്ക്കകത്ത് എനിക്കെതിരെയുള്ള കൊട്ടേഷനുമായി വരുന്ന ചിലപ്പോൾ സുരേന്ദ്രനായിരിക്കാം. അപ്പോൾ ഈ രണ്ടു കൂട്ടരും ഒരുമിച്ചാണല്ലോ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം ചർച്ചകൾ തുടങ്ങുന്നത് 4 ദിവസങ്ങൾക്ക് മുമ്പാണെന്ന് റിപ്പോർട്ട്. VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദീപ് വാര്യരുമായി അന്ന് കൂടിക്കാഴ്ച നടത്തി. വളരെ രഹസ്യമായിട്ടുള്ള നീക്കമാണ് നടന്നതെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വഴി എങ്ങനെയാണെന്നാണ് ഉമേഷ് നമ്മോട് പറയുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. പറയൂ ഉമേഷ്. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും സമീപകാലത്ത് കോൺഗ്രസ് വളരെ ആസൂത്രിതമായി വിജയകരമായി പൂർത്തിയാക്കിയ ഒരു ഓപ്പറേഷനാണ് സന്ദീപ് വാര്യർ ഓപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 4 ദിവസം മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ ബുധനാഴ്ചയാണ് മുൻ അധ്യാപക സംഘടന, കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടന നേതാവായിരുന്ന ഹരിഗോവിന്ദനാണ് ആദ്യമായി സന്ദീപ് വാര്യരെ ഫോണിൽ ബന്ധപ്പെടുന്നത്. അന്ന് സന്ദീപ് വാര്യർ ബാംഗ്ലൂരായിരുന്നു. RSS നേതാവിനെ കാണാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോയ സമയത്തായിരുന്നു ആദ്യം ഫോണിൽ ബന്ധപ്പെടുന്നത്. ഹരിഗോവിന്ദനും സന്ദീപ് വാര്യരുടെ അമ്മയുമായി ഈ സംഘടനാപരമായ ബന്ധമുണ്ട്. സന്ദീപ് വാര്യൻ്റെ അമ്മ ഈ അധ്യാപക സംഘടനയിൽ, കോൺഗ്രസ് അനുകൂല സംഘടനയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് ബുധനാഴ്ച ആദ്യ ഫോൺ കോൾ സന്ദീപ് വാര്യന് പോകുന്നത്. പിന്നാലെ കേരളത്തിന് പുറത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്താമെന്നുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശം സന്ദീപ് വാര്യർ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ കോയമ്പത്തൂർ വെച്ച് വ്യാഴാഴ്ച ആദ്യ കൂടിക്കാഴ്ച നടക്കുന്നു. അന്ന് ദേശീയ സെക്രട്ടറി മോഹനും കൂടെ ഉണ്ടായിരുന്നു. ഈ മോഹനും സന്ദീപ് വാര്യരെ കാണാൻ മോഹനും ഹരിഗോവിന്ദനും ഒന്നിച്ചു പോകുന്നു. കോയമ്പത്തൂർ വെച്ച് ആദ്യഘട്ട ചർച്ചകൾ നടത്തുന്നു. ആ ചർച്ചകൾ പോസിറ്റീവാണ് എന്ന് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതോടുകൂടി സംസ്ഥാന നേതൃത്വം, പ്രത്യേകിച്ച് ലീഗിനെയാണ്, ഘടകകക്ഷികളിൽ ലീഗിനെയാണ് ആദ്യം ഈ കാര്യത്തിൽ ഒരു സമരസം പെടുത്തേണ്ടത്. കാരണം സന്ദീപ് വാര്യർ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം BJP നേതാവായിരുന്നപ്പോഴെല്ലാം ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചത് അത് ലീഗിനെയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതാക്കൾ ലീഗ് നേതൃത്വവുമായി കൂടിയാലോചന നടത്തി. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരോട് സംസാരിച്ചു. എന്തായാലും BJP-യെ ദുർബലപ്പെടുത്തുന്ന ഏതൊരു നടപടിക്കും തങ്ങൾ ഒപ്പമുണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ് ലീഗ് നേതൃത്വവുമായി സംസാരിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് കിട്ടി. ഇതോടുകൂടി ഈ സന്ദീപിനെ കോൺഗ്രസിലേക്ക് എടുക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു പ്രാഥമിക ധാരണയാവുന്നു. അതിനുശേഷം ചില ഘടകകക്ഷികളടക്കം ഈ സന്ദീപ് വാര്യരുടെ വലിയ വർഗീയ പരാമർശങ്ങൾ പിന്നീട് അത് കോൺഗ്രസിനും UDF-നും തലവേദന ആകില്ല എന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അതുവരെ നടത്തിയ എല്ലാ തീവ്ര വർഗീയ പരാമർശങ്ങളെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പ് കോൺഗ്രസ് നേതാക്കൾ ഈ UDF-ലെ മറ്റ് ഘടകകക്ഷികൾക്ക്, ഈ സംശയം പ്രകടിപ്പിച്ച ഘടകകക്ഷികൾക്ക് കൊടുക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ വെള്ളിയാഴ്ച അത് പാലക്കാടിന് അതിർത്തി പ്രദേശത്തുള്ള ഒരു ഹോട്ടലിൽ വെച്ച് തുടർന്ന് കൂടിക്കാഴ്ച. അന്ന് VD സതീശൻ, ബെന്നി ബെഹനാൻ അടക്കമുള്ള നേതാക്കളുണ്ടായിരുന്നു. നേരിട്ടെത്തി ദീപാദാസ് മുൻഷിയും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ദീപാദാസ് മുൻഷി നേരത്തെ തന്നെ ഹൈക്കമാൻഡിൽ നിന്ന് സന്ദീപ് വാര്യരെ സ്വീകരിക്കുന്നതിന് ഒരു പച്ചക്കൊടി നൽകിയിരുന്നു. അതോടുകൂടി വെള്ളിയാഴ്ച ഈ ചർച്ചകളെല്ലാം വലിയ രീതിയിൽ നടത്തുകയും രാത്രി 12 മണിക്ക് വീണ്ടും സന്ദീപ് വാര്യരെ ഫോണിൽ വിളിച്ച് ഈ നീക്കങ്ങളെല്ലാം അതീവ രഹസ്യമായിരിക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിനുശേഷം ഇന്നലെ മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്ന അതേ സമയത്ത് തന്നെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത് അത് കൃത്യമായി ഒരു മീഡിയ മാനേജ്മെന്റ് കൂടി ഭാഗമായിരുന്നു. കൃത്യമായി അതേ സമയം തന്നെ മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്ന അതേ സമയം തന്നെ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുക എന്നുള്ള
കൃത്യമായ പ്ലാനിങ്ങിൻ്റെ ഭാഗമായി സന്ദീപ് വാര്യർ എത്തുന്നതിന് വെറും മിനിറ്റുകൾക്ക് മുമ്പ് മാത്രം മാധ്യമങ്ങൾക്ക് ഈ വിവരം കിട്ടുന്ന രീതിയിലുള്ള ഓപ്പറേഷൻ അത് കൃത്യമായി നടപ്പാക്കാൻ ഈ രീതിയിൽ കോൺഗ്രസിന് കഴിഞ്ഞു. എന്തായാലും വളരെ ചുരുങ്ങിയ ദിവസം, കൃത്യമായി പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് സന്ദീപ് വാര്യറുമായി ചർച്ച നടത്തി, കൂടിക്കാഴ്ചകൾ നടത്തി, കേന്ദ്ര നേതൃത്വവുമായുള്ള ഒരു ക്ലിയറൻസ് വാങ്ങുന്നു, കേന്ദ്ര നേതൃത്വത്തിൻ്റെ പച്ചക്കൊടി ലഭിക്കുന്നു, ഘടകകക്ഷി പ്രത്യേകിച്ച് ലീഗുമായുള്ള ഒരു ആശയവിനിമയം നടത്തുന്നു. ഇന്ന് സന്ദീപ് വാര്യറുടെ പാണക്കാടേക്കുള്ള യാത്ര പോലും ഈ ഒരു ഉറപ്പിൻ്റെ, അതായത് ലീഗ് നേതൃത്വത്തിന് നൽകിയ ഉറപ്പിൻ്റെ കൂടി ഭാഗമാണ്. എന്തായാലും ലീഗ് നേതൃത്വത്തെയും സന്ദീപ് വാര്യർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നു. എന്തായാലും BJPയെ ദുർബലപ്പെടുത്തുക എന്നുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതായിരുന്നു ലീഗ് നേതൃത്വത്തെയും കോൺഗ്രസ് അറിയിച്ചത്. എന്തായാലും അക്കാര്യത്തിൽ ലീഗും തൃപ്തരാണ്. ഈ രീതിയിൽ ഇനിയുള്ള പ്രസ്താവനകൾ പോലും, സന്ദീപ് വാര്യറിൻ്റെ പ്രസ്താവനകൾ പോലും വളരെ കരുതിക്കൂട്ടി നേരത്തെ തന്നെ ചർച്ചകളിലൂടെ മാത്രം മുന്നോട്ട് വന്ന ആ രീതിയിലുള്ള പ്രസ്താവനകളായിരിക്കും വരും ദിവസങ്ങളിലും മുന്നോട്ട് നടത്താൻ പോകുന്നതും. എന്തായാലും ഈ പറഞ്ഞതുപോലെ സമീപകാലങ്ങളിൽ ഒരുപക്ഷെ കോൺഗ്രസ് ആസൂത്രണം ചെയ്ത് കൃത്യമായി നടപ്പാക്കിയ ഒരു പ്ലാൻ തന്നെയാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എത്തിച്ച ആ പ്ലാൻ. ഇത് തന്നെയായിരുന്നു ഓപ്പറേഷൻ സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർക്ക് തന്നെ ഒരു ചെറിയ സന്ദേഹം ഉണ്ടായിരുന്നു, CPM-ലേക്ക് ചേക്കേറണോ അതോ കോൺഗ്രസിലേക്ക് പോകണോ എന്ന കാര്യത്തിൽ. അവസാനം വളരെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ സന്ദീപ് വാര്യരെ കോൺഗ്രസിൽ എത്തിച്ചു എന്ന് മാത്രമല്ല, ഇതൊന്നും മാധ്യമങ്ങൾക്ക് ചോർന്നു പോയില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഓപ്പറേഷനുകളൊക്കെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ചോർന്ന് കിട്ടുക പതിവാണ്. പക്ഷേ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിൽ എത്തിക്കുന്ന ഓപ്പറേഷൻ ചോർന്നു പോയില്ല. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത, സന്ദീപ് വാര്യരുടെ സ്വാധീനം കൊണ്ട് കുറച്ച് കൂടുതൽ BJP നേതാക്കൾ കോൺഗ്രസിലേക്ക് വരുമെന്ന രീതിയിലാണ് ഞങ്ങളുടെ പാലക്കാട് റിപ്പോർട്ട് ചെയ്യുന്നത്. നിഖിൽ പ്രമേഷാണ് നമുക്കിപ്പം ചേരാൻ പോകുന്നത്. നിഖിൽ, ഗുഡ് മോർണിംഗ് അഗെയിൻ. നിഖിൽ, അങ്ങനെ ഒരു വാർത്ത ഉണ്ടോ? ശരിക്കും വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നാണോ നമുക്ക് ഈ വിവരം ലഭിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും സ്കേൻ, സന്ദീപ് വാര്യരുമായി ചേർന്ന് നിൽക്കുന്നത് എന്ന് മാത്രമല്ല, BJP നേതൃത്വത്തോട്, BJP ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗം, അവരുമായുള്ള സജീവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ സാഹചര്യത്തിൽ ഏതാണ്ട് ആറോളം BJP കൗൺസിലർമാരുമായി അവർ സജീവ ചർച്ചകൾ നടത്തി കഴിഞ്ഞു. ഒരു ദേശീയ കൗൺസിൽ അംഗത്തെ അവർ കണ്ടു കഴിഞ്ഞു. അങ്ങനെ കൂടുതൽ പേരെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് കോൺഗ്രസ്. നമ്മൾ അല്പസമയം മുൻപ് കെ സുധാകരൻ, ഇപ്പോൾ ഞാനുള്ള ഇന്ദ്രപ്രസ്ഥ ഹോട്ടലിൽ നിന്ന് കെ സുധാകരൻ പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ കണ്ട് നമ്മൾ ഇക്കാര്യം ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ജില്ലാ നേതൃത്വം അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, സമീപകാലത്തൊന്നും തന്നെ കോൺഗ്രസിന് ഇത്രമേൽ സന്തോഷം നൽകിയ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. അത് സന്ദീപ് വാര്യർ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ സാധാരണ ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകാറ് കോൺഗ്രസിലാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്നും തെരഞ്ഞെടുപ്പിന് ദിവസവും ഒക്കെ ഇത്തരത്തിലുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നതും ആളുകൾ കൊഴിഞ്ഞു പോകുന്നതുമെല്ലാം. സമീപകാലത്തൊന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇത്ര പ്രാധാന്യമുള്ളൊരു നേതാവ് കോൺഗ്രസിലേക്ക് ഇങ്ങനെ പൊടുന്നനെ കടന്നു വരുന്ന, തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ കടന്നു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ ഈ കടന്നുവരവ് അവർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. എന്ന് മാത്രമല്ല, സന്ദീപിന് വേരുകളുള്ള ചില കൗൺസിലർമാർ, സന്ദീപിന് അടുത്ത ബന്ധമുള്ള കൗൺസിലർമാർ പാലക്കാട് നഗരസഭയിലുണ്ട്. അവരെ അടക്കം പാർട്ടിയിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, കോൺഗ്രസ് ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ആ ചർച്ചകൾ ഇതിനോടകം തന്നെ സജീവമായി ആരംഭിച്ചിട്ടുമുണ്ട്. ഒരു പക്ഷേ ഇന്നൊരു സർപ്രൈസ് ഉണ്ടായേക്കുമെന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. ഇന്നലെയും അത്തരത്തിൽ തന്നെയായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പാർട്ടിയിലേക്ക് എത്തിച്ച് കൂടുതൽ സ്വാധീനം ഉറപ്പിക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടിയാണ് മുഴുവൻ നേതാക്കളും, KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള മുഴുവൻ നേതാക്കളും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തന്നെയാണ് കഴിഞ്ഞ കുറേയധികം ദിവസമായി നടത്തുന്നത്. താങ്ക് യു നിഖിൽ പ്രമേഷ്. ഇനി ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ഹാഷ്മി, യഥാർത്ഥ സർപ്രൈസുകൾ കൂടുതൽ കാണിക്കാൻ വേണ്ടി ഓരോ മുന്നണിയും പാലക്കാട് ഒരുങ്ങുന്നു. നമ്മൾ ആദ്യം കണ്ട പാലക്കാടല്ല. ഇന്നലെ ഞാൻ പാലക്കാട് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ മുന്നണികളെല്ലാം തന്നെ ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. നമ്മൾ 3-ാം സ്ഥാനത്ത് എത്തുമെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ തന്നെ 1-ാം സ്ഥാനത്ത് എത്താൻ വേണ്ടിയുള്ള കിണഞ്ഞ പരിശ്രമം നടത്തുന്നു. മാത്രമല്ല, എതിർ പാർട്ടിയിലുള്ള നേതാക്കന്മാരെ പൊക്കിക്കൊണ്ടുവരാനുള്ള ശ്രമവും നടക്കുന്നുവെന്ന് നിഖിൽ പ്രമേഷ് റിപ്പോർട്ട് ചെയ്യുന്നു. സർപ്രൈസുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു പാലക്കാട് മണ്ഡലം. ഈ അവസരത്തിൽ ഹാഷ്മി താജ് ഇബ്രാഹിം, താങ്കൾ പാലക്കാട് പല സമയത്തും പോയി, എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് നിരീക്ഷണം? SK, എന്തൊക്കെയാണ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് നമ്മളെ കൊണ്ട് വാവൊളിപ്പിക്കുന്ന രീതിയിൽ, അന്താളിപ്പിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നു പാലക്കാട്. അതിന് തുടക്കം SK സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമത്തിൽ UDF-ന് നാവ എന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സർക്കാരിനെയും രൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ CPM സൈബർ കമ്മ്യൂണിനെതിരെ നേർക്കുന്ന സരിൻ LDF-ലേക്ക് വരുന്നു എന്ന് മാത്രം LDF-ലെ സ്ഥാനാർത്ഥിയാകുന്ന ആദ്യ ടിസ്റ്റ് നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നെ ടിസ്റ്റാണ് നമ്മൾ കണ്ടത്. SK ആ ടിസ്റ്റിൻ്റെ ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ കടുത്ത കോൺഗ്രസ് വിരുദ്ധനായി, CPM വിരുദ്ധനായി നമ്മുടെ ചർച്ചകളിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയിരുന്ന സന്ദീപ് വാര്യർ, BJP-യുടെ വക്താവ്,
BJP-യുടെ സംസ്ഥാന സമിതി അംഗം അവിടെ കോൺഗ്രസിലേക്ക് എത്തി നിൽക്കുന്ന അവിശ്വസനീയമായ കാഴ്ച ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നു. രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. SKN ഉറപ്പായും ഇന്നലെ വരെ വിശ്വസിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്ത് ഏതെങ്കിലും ഒരു പശ്ചാത്തലത്തിൽ ഇപ്പുറത്ത് വന്ന് നിൽക്കുന്നതിലെ രാഷ്ട്രീയ നൈതികത ഉറപ്പായും അത് ചോദ്യമാണ്. സരിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ സന്ദീപിൻ്റെ കാര്യത്തിലാണെങ്കിലും. പക്ഷേ ഈ ഇലക്ഷൻ മുഖത്ത് ഇലക്ഷൻ്റെ അവസാന ദിവസം കോൺഗ്രസിന് കിട്ടിയ ഒരു വമ്പൻ ലോട്ടറിയാണ് സന്ദീപിൻ്റെ വരവ് എന്ന കാര്യം തർക്കം. നേരത്തെ ഉമേഷ് പറഞ്ഞതുപോലെ ഇരുചവി അറിയാതെ ഒരു കുഞ്ഞു പോലും അറിയാതെ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഉള്ളപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിപാടി സമയത്ത് തന്നെ സന്ദീപിൻ്റെ പാർട്ടിയിലേക്കുള്ള കടന്നുവരവ് എൻട്രി പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത് അവരെ ഇലക്ഷൻ്റെ അവസാന ദിവസം കിട്ടുന്ന ഏറ്റവും വലിയ എന്താണ് ഒരു ബൂമാണ് എന്ന് ഉറപ്പായും പറയാം. SK നേരത്തെ തന്നെ ചർച്ചകൾ അവിടെ തുടങ്ങിയിരുന്നു. ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ നേരത്തെ ഒരു ഘട്ടത്തിൽ അവിടെ പിണങ്ങിയുന്ന സന്ദീപിനെ കെ സുരേന്ദ്രൻ പാലക്കാട്ടേക്ക് എത്തിക്കുന്ന മൂത്താന്തറയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. മൂത്താന്തറയിൽ സന്ദീപിന് അത്യാവശ്യം സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ മൂത്താന്തറയിലേക്ക് ഇനി കോൺഗ്രസിൻ്റെ വക്താവായി അവിടെ പോകാൻ പോകുന്നു സന്ദീപിന് അവിടെ അത്യാവശ്യം പാലക്കാട് സ്വാധീനമുള്ള അമ്മയുടെ വീട് പാലക്കാടാണ്. അത്യാവശ്യം സ്വാധീനമുള്ള സ്ഥലമാണ്. സന്ദീപ് വഴി കുറേയധികം വോട്ടുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ സന്ദീപിനോട് സ്നേഹമുള്ള സന്ദീപിനൊപ്പം നേരത്തെ യുവമോർച്ച കാലത്തൊക്കെ ചേർന്ന് നിന്നിരുന്ന കൂടുതൽ നേതാക്കൾ കോൺഗ്രസിലേക്ക് എത്താൻ പോകുന്നു എന്ന വാർത്ത വരുന്നു. രണ്ടാമത്തെ കാര്യം SKN ഈ ഏറ്റവും ഒടുവിൽ വരെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ചർച്ചകൾ മാത്രമായിരുന്നു. അത് ആദ്യം 24 പുറത്തുവിട്ട ഈ പറയുന്ന DCCയുടെ കത്തടക്കം അല്ലെങ്കിൽ ഷാനിബ് പോയതടക്കം ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ലാസ്റ്റ് ലാപ്പിൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ നറേറ്റീവ് അപ്പാടെ മാറ്റാൻ കോൺഗ്രസിന് കഴിയുന്നു സന്ദീപിൻ്റെ വരവോടെ എന്ന രണ്ടാമത്തെ പ്രത്യേകത. അവിടെ സന്ദീപ് വാര്യർ അങ്ങോട്ട് കടന്നു വരുമ്പോൾ കോൺഗ്രസിനുള്ളിലുണ്ടായിരുന്ന ആശങ്ക സന്ദീപിൻ്റെ ഭൂതകാല പ്രസ്താവനകൾ, കുറച്ച് കമ്മ്യൂണൽ പ്രസ്താവനകൾ, അത് അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾക്ക് പ്രശ്നമുണ്ടാകുമോ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആ സമയത്ത് PK കുഞ്ഞാലിക്കുട്ടി വിളിക്കുന്നു കോൺഗ്രസ് നേതൃത്വം, ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നുണ്ട് എന്ന് ചോദിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി 100% അവിടെ പാലക്കാട്ട് BJPയെ ദുർബലപ്പെടുത്താൻ കിട്ടുന്ന ഏത് നീക്കത്തെയും 100% പിന്തുണ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത്. മാത്രമല്ല ഒരുപക്ഷെ ആ പാക്കേജിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നിപ്പോൾ പാണക്കാട്ടേക്ക് പോകുന്നു. അവിടെ ലീഗ് നേതാക്കളെയും പാണക്കാടിനെയും ലീഗിൻ്റെ മഹത്തായ പ്രസ്ഥാനമാണ് എന്ന് വാഴ്ത്തിപ്പാടുന്നു സന്ദീപ് വാര്യർ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സന്ദീപിൻ്റെ ഭൂതകാല പ്രസ്താവനകൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നീക്കങ്ങളടക്കം എല്ലാം ഫുൾ പ്രൂഫായി പൂർത്തിയായിക്കൊണ്ട് സന്ദീപിൻ്റെ കോൺഗ്രസിലേക്കുള്ള വരവ് അവസാന ദിവസങ്ങളിൽ കോൺഗ്രസിന് വലിയ എനർജി നൽകുന്ന തർക്കം വേണ്ട. SKN.